പത്തനംതിട്ട കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയെ പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്തു. ആളുമാറിയാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് ബോധ്യപ്പെട്ടതോടെ കീഴ്ശാന്തി വിഷ്ണുവിനെ ഇരവിപുരം പോലീസ് ഇന്ന് രാവിലെ വിട്ടയച്ചു. തിരക്കപ്പെട്ടുള്ള പോലീസ് നടപടി ക്ഷേത്ര ചടങ്ങുകൾക്ക് തടസ്സമുണ്ടാക്കിയതായി മുരിങ്ങമംഗലം ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇന്നലെ ദീപാരാധനയ്ക്ക് ശേഷമാണ് സംഭവം. ഒരു മാസം മുൻപ് കൊല്ലം പൂതക്കാട് ദേവീക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രം ശാന്തിക്കെതിരെ ഭാരവാഹികൾ പോലീസിൽ പരാതിയും നൽകി. ഈ പരാതിക്കൊപ്പം മോഷണം നടത്തിയ ആളുമായി സാദൃശ്യമുള്ള വിഷ്ണുവിന്റെ ഫോട്ടോയും ക്ഷേത്രം ഭാരവാഹികൾ പോലീസിനെ കൈമാറിയിരുന്നു. ദേവസ്വം താൽക്കാലിക കീഴ്ശാന്തിക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നുമാണ് വിഷ്ണുവിന്റെ ഫോട്ടോ ഇവർക്ക് ലഭിച്ചത്. ഈ ഫോട്ടോ തെറ്റിദ്ധരിച്ച് വിഷ്ണുവിനെ കസ്റ്റഡിയിലുമെടുത്തു. ഇരവിപുരത്തിനടുത്തുള്ള ഏതൊരു ക്ഷേത്രത്തിൽ ഒരു ശാന്തിക്കാരൻ കഴിഞ്ഞ മാസം കുറച്ച് ദിവസങ്ങൾ അവിടെ ശാന്തി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പോയ സമയത്ത് അമ്പലത്തില കുറേ വിളക്കൾ മോട്ടിട്ടുണ്ടാണ് പോയത്. അന്ന് മുതൽ ഈ ആളെ തപ്പി ഇവർ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ തന്നെ എൻ്റെ ഫോട്ടോസ് അവിടുത്തെ കമ്മിറ്റിക്കാർ എൻ്റെ ഫോട്ടോസ് എടുത്ത് പോലീസുകാർക്ക് കൊടുത്തിട്ട് ഇതാണ് പ്രതി എന്ന് പറഞ്ഞ് FIR ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്തല്ല, ഒരു വെരിഫിക്കേഷന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് കമ്മിറ്റിക്കാരെ വിളിച്ചു വരുത്തിയതിന് ശേഷം കമ്മിറ്റിക്കാർ പറയുന്നത് ഞാനല്ല എന്ന്. അപ്പോൾ നിലവിൽ ഒരുപാട് രാത്രിയായി അവിടെ ചെന്നപ്പോൾ ഒരു 11 മണി അടുത്തുണ്ടായി. കാരണം അവിടുന്ന് പിന്നെ ബസ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ ഇതിന് FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ CI വരാതെ ഒന്നും ചെയ്യാനോ പറയാനോ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ സ്റ്റേഷനിൽ തന്നെ നിൽക്കേണ്ടി വന്നു, ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ. അവിടുന്ന് ഇന്ന് രാവിലെ CI വന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, കമ്മിറ്റിക്കാരെ വിളിച്ചു വരുത്തി. അപ്പോൾ അവർക്ക് തെറ്റുപറ്റിയാന്ന് മനസ്സിലായി. അതിനുശേഷം എന്നെ കൊല്ലം ബസ് സ്റ്റാൻഡ് വരെ അവരുടെ ജീപ്പിൽ തന്നെ കൊണ്ടാക്കി തരികയും ചെയ്തു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് ഞാൻ ബസ്സിനാണ് വന്നത്. അത്താഴപൂജ ഉൾപ്പെടെ ബാക്കി നിൽക്കെ ക്ഷേത്രം കീഴ്ശാന്തിയെ കൊണ്ടുപോയത് ചടങ്ങുകളെ ബാധിച്ചുവെന്ന് മുരിങ്ങമംഗലം ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നു. 7:30-ക്കാണ് ഇവിടുത്തെ അത്താഴപൂജ. അപ്പോൾ 6:30-ക്ക് ശേഷമാണ് ഇദ്ദേഹത്തെ 7 മണിക്കൊക്കെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞായിരുന്നു ഈ പൂജ കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞു. പക്ഷെ അത് സമ്മതിച്ചില്ല, കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പൂജ മുടങ്ങുന്ന സാഹചര്യം വന്നു. അതേസമയം ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ആളുടെ യഥാർത്ഥ ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പൂതക്കാട് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. ക്ഷേത്രം ഭാരവാഹികൾ നൽകിയ ഫോട്ടോ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണമെന്ന് ഇരവിപുരം പോലീസും പറയുന്നു. ജനം, പത്തനംതിട്ട.